ഒരു കൂട്ടയാത്മഹത്യയുടെ കൂടി വാർത്ത നമ്മയെല്ലാം വേദനിപ്പിക്കുന്നു. ആവർത്തിച്ച് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒറ്റപ്പെട്ട മരണങ്ങൾ, ഒറ്റപ്പെട്ട ആത്മഹത്യകൾ, കൂട്ടയാത്മഹത്യകൾ, ഇതെല്ലാം ഒരു സാമൂഹിക പ്രതിഭാസം പോലെ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണതെന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഭർത്താവും കാഴ്ച പരിമിതിയുള്ള ഭാര്യയും 2 മക്കളും കൂടി ആറ്റിൽ ചാടി മരിച്ച വാർത്ത. അത് കടുത്ത ദാരിദ്ര്യത്തെ തുടർന്നാണ് അവർ മരിച്ചതെന്നാണ് അത് വന്ന റിപ്പോർട്ടുകൾ. അവരുടെ പോക്കറ്റിൽ 240 രൂപയായിരുന്നു മിച്ചം ഉണ്ടായിരുന്നത്. അതിൽ 200 രൂപ കൊടുത്ത് ജ്യൂസ് വാങ്ങി പിന്നെ അത് കഴിച്ചാണ്, അതിലെന്തോ ചേർത്താണ് അവർ മരിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അന്ന് നമ്മൾ നിർദ്ദേശം വെച്ചതാണ് ഈ പഴയ കിറ്റ്, കോവിഡ് കാലത്തെ ആ കിറ്റ് തിരിച്ചു വരണം, അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള പോലെ ഫുഡ് സ്റ്റാമ്പ് തിരിച്ചു കൊണ്ടുവരണം. ഈ ഏറ്റവും ദരിദ്രരായ ആളുകൾ, പല രീതിയിൽ മനുഷ്യർക്ക് ദാരിദ്ര്യവും ദുഃഖങ്ങളും ഉണ്ടാവും. എല്ലാവരും പിന്നെ സമ്പന്നരായിരുന്നവർ കൂടി ദാരിദ്ര്യത്തിലേക്കൊക്കെ പോകുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതീവ ദാരിദ്ര്യത്തിൽ പോകുന്നവരെ ഒന്ന് കൈപിടിച്ചുയർത്താൻ ഒരു സംവിധാനം വേണം. അതുകൊണ്ടാണ് കിറ്റോ അല്ലെങ്കിൽ ഫുഡ് സ്റ്റാമ്പോ അങ്ങനെയുള്ള സംവിധാനം വേണമെന്ന് നമ്മളന്ന് വീഡിയോ ചെയ്തത്. അതിന് കുറേയേറെ പ്രതികരണങ്ങൾ കിട്ടുകയുണ്ടായി. അപ്പോൾ എനിക്ക് അതിനുശേഷമാണ് ഈ കൂട്ടയാത്മഹത്യയുടെ വാർത്ത വരുന്നത്. 2-3 വർഷം മുമ്പ് ഈ മുത്തേരി, കോട്ടയം ജില്ലയിൽ തന്നെ മുത്തോലിയിൽ ഇതുപോലെ 4-5 പേരടങ്ങുന്ന ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത വാർത്ത കണ്ടിരുന്നു. ഇപ്പോഴതിനടുത്താണ് വേറൊരു ആത്മഹത്യ. പിന്നെ ഭാര്യയും ഭർത്താവും 2 മക്കളും, 17 വയസ്സുള്ള മകളും 12 വയസ്സുള്ള മകനും. അപ്പോൾ ഈ എത്രയോ ഭാവിയുള്ള കുട്ടികളാണ്, 17ഉം 12ഉം വയസ്സുള്ള അവരൊക്കെയാണ് അകാലത്തിൽ ഇങ്ങനെ പിന്നെ പൊലിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിലെ ചിന്തിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, അതീവ ദാരിദ്ര്യം. അപ്പോൾ അത് അങ്ങനെയുള്ളവരെ കൈപിടിച്ചുയർത്താനായിട്ട് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ഗവൺമെൻറ്റിന് ഒരു ബാധ്യതയുണ്ട്. അതിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഫുഡ് സ്റ്റാമ്പെങ്കിൽ ഫുഡ് സ്റ്റാമ്പ്, അല്ലെങ്കിൽ കിറ്റെങ്കിൽ കിറ്റ്. അതുപോലെ തന്നെ പള്ളികളും സാമൂഹിക സംഘടനകളും ഈ പഞ്ചായത്തുകളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ആ അവസ്ഥയിൽ ആയിത്തീരുന്ന ആളുകൾ, അവരെ കണ്ടില്ല എന്ന് നമ്മൾ നടിച്ചാൽ പിന്നെ എന്ത് മാനുഷികതയാണ്, എന്ത് പരിഷ്കാരമാണ്, എന്ത് പുരോഗതിയാണ് നമ്മുടെ രാജ്യത്തുണ്ടാവുന്നത്. അതൊരു മിനിമം കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത. ഇനി മറ്റൊരു വിഭാഗം ഇപ്പം പുതിയ ആത്മഹത്യയെപ്പറ്റി പിന്നെ മനസ്സിലാക്കുന്നത് അവർ ബിസിനസ് പരമായിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അത് എന്താണ് കാര്യമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ബിസിനസ്സിലുണ്ടായ പരാജയങ്ങളോ ബിസിനസ്സിലുണ്ടായ നഷ്ടങ്ങളോ അതൊക്കെയാണ് ഇത്തരമൊരു കടുകയിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ബിസിനസ് പരാജയപ്പെട്ടാൽ ഉടനെ ആത്മഹത്യയാണോ പരിഹാരം? അതാണോ ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു പരിഹാരമായിട്ട് കാണേണ്ടത്? ഇപ്പം നമ്മളൊരു ബിസിനസ് നടത്തുന്നു, ചെറിയ ബിസിനസ്സാകാം, വലിയ ബിസിനസ്സാകാം, പലരോടും കടം വാങ്ങുന്നു. നമ്മുടെ ബന്ധുക്കളോട് തന്നെ ഈ പിന്നെ മകളുടെ കല്യാണത്തിന് വെച്ചിരിക്കുന്ന പണമെടുത്തായിരിക്കും നമുക്ക് തരുന്നത്. ഇന്ന സമയത്ത് തരും, തീർച്ചയായിട്ടും തരുമെന്നും പറഞ്ഞാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ആ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഓർക്കും അയാളുടെ മകളുടെ കല്യാണം മുടങ്ങും, എന്നാൽ പിന്നെ ഞങ്ങളങ്ങ് ആത്മഹത്യ ചെയ്ത് കളയാം എന്ന് വിചാരിച്ചടുത്ത സ്ഥിതി എന്താവും? അല്ലെങ്കിൽ ഇപ്പം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരാജയത്തിനും പരാജയത്തിനും ഒക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ അനിൽ അംബാനിയും പിന്നെ മുകേഷ് അംബാനിയും കൂടി ഒരുമിച്ച് ഒരേപോലെയാണ് ബിസിനസ് പകുത്തെടുത്തത്. എന്നിട്ട് അനിൽ അംബാനി പരാജയപ്പെട്ടു. അദ്ദേഹം പാപ്പരായിട്ട് പിന്നെ പാപ്പരോ അല്ലെ അതുപോലെ ബാങ്ക്രപ്സി പ്രഖ്യാപിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള തരത്തിലേക്ക് താഴ്ന്നു പോയി. പിന്നെ മുകേഷ് അംബാനി പൈസയൊക്കെ കൊടുത്തതുപോലെ തോന്നുന്നു. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് നടത്തുമ്പോൾ ഒരേപോലെ ഇറങ്ങുന്നവരാണ്. ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അപ്പോൾ ബിസിനസ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പേരോട് കടം വാങ്ങിച്ചു, ആ ഒരു ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു, അത് പരാജയപ്പെട്ടു, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ സമൂഹത്തിൽ അവമതിക്കപ്പെടും. മറ്റേ ആളുകൾ നമ്മളെ വന്ന് ചീത്ത പറയും. അപ്പോൾ ഇതൊന്നും ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് നമ്മളങ്ങ് ചത്തുകളയാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ വന്നാലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ അതിനൊരു പരിഹാരം വേണ്ടേ? വാസ്തവം പറഞ്ഞാൽ ഈ ബിസിനസ്സിലും മറ്റും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനൊരു രക്ഷാമാർഗം വേണ്ട. ഇപ്പോൾ അമേരിക്കയിൽ ഈ ബാങ്ക്രപ്സി എന്ന് പറഞ്ഞ ചാപ്റ്റർ 7 ബാങ്ക്രപ്സി പ്രഖ്യാപിക്കുക. ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നു, അതങ്ങ് പൊളിഞ്ഞു പോകുന്നു, ഒരു രീതിയിലും
വിജയിക്കാനാവുന്നില്ല, നഷ്ടം വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചാപ്റ്റർ 7 ബാങ്ക്രപ്സി പ്രഖ്യാപിക്കും. അപ്പോഴത്തേക്ക് പിന്നെ ഈ ഉള്ള സ്വത്ത് അത് പിന്നെ ഈ നിക്ഷേപകർക്ക് പിന്നെ പൈസ വാങ്ങിച്ചവർക്കൊക്കെ വീതിച്ചു കൊടുക്കുന്നു. ബാക്കി എത്രയുണ്ടോ അതിന് കോടതി റിസീവറെ വെക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇങ്ങനെയൊരു സേഫ്റ്റി വാൽവ് ഉണ്ട് അമേരിക്കയിലെ ബിസിനസ്സുകൾക്ക് ഒക്കെ. കേരളത്തിലും അങ്ങനെയുള്ള സംവിധാനം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അതാരും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആളുകൾ ഇങ്ങനെയുള്ള കടുങ്കൈ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തതുകൊണ്ട് അവർക്ക് ഗുണമില്ല, ഈ കടം കൊടുത്തവർക്കും ഗുണമില്ല. കാരണം പിന്നെ അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതിൽ ഭേദം അവർ ജീവിക്കട്ടെ. അവർ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും അല്ലെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാവും എന്ന് കരുതുന്ന ഒരവസ്ഥ. പിന്നെ ഈ ചാപ്റ്റർ 7 ബാങ്ക്രപ്സി പോലെയോ അങ്ങനെയൊക്കെയുള്ളൊരു നിയമം വാസ്തവത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു നിയമത്തിൻ്റെ ഒരു അഭാവമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് വഴിവെക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെയൊരു ലൂപ്പ് ഹോളുണ്ട്, ഇങ്ങനെയും ഒരു വഴിയുണ്ട്. നമുക്ക് എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെയും ഒരു വഴിയുണ്ട് എന്ന് ചിന്തിക്കാൻ മാത്രം കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് ആളുകൾ വരേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതിനൊരു സംവിധാനം, അതിനൊരു നിയമം പുതുതായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം കേരളത്തിലെ മാറുന്ന സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് നിയമങ്ങളിലും മാറ്റം വരുത്തേണ്ടതുണ്ട്. ആളുകൾ ഇങ്ങനെ കടുങ്കൈ ചെയ്യുക അല്ലെങ്കിൽ കടുങ്കൈ ചെയ്യേണ്ടി വരിക എന്നുള്ളതും ഖേദകരമാണ്. ഒരു സമൂഹത്തിന് താങ്ങാനാവുന്നതിലും വലിയ പിന്നെ ദുരന്തമാണത്. അപ്പം രണ്ട് രീതിയിലാണ് ഈ പ്രശ്നമുള്ളത്. ഒന്ന് എക്സ്ട്രീം പോവർട്ടി, അതില്ല എന്നാണ് കഴിഞ്ഞ സർക്കാർ പ്രഖ്യാപിച്ചത്. നമ്മൾ കടുത്ത ദാരിദ്ര്യമുള്ളവരാരും കേരളത്തിലില്ല എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കടുത്ത ദാരിദ്ര്യം മൂലം ഒരു കുടുംബം, നാരങ്ങ കുടുംബം പോയി ആറ്റിൽ ചാടി മരിക്കുന്നു. അപ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു ബാധ്യത എന്തുകൊണ്ടും നമുക്കുണ്ട്, നമ്മുടെ സമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്. ഇനി രണ്ടാമത്തേതാണ് ബിസിനസ്സോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ തകർന്നു പോകുന്ന ആളുകൾ. അപ്പോൾ അവരെ സഹായിക്കാൻ എത്ര പേരെ നമുക്ക് സഹായിക്കാനാവും? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള ചില പരിരക്ഷകൾ ഇങ്ങനെ പിന്നെ ബാങ്ക്രപ്സി പ്രഖ്യാപിക്കുക. അപ്പോൾ അവർ തൽക്കാലം കടം വീട്ടാനാവില്ല, പിന്നീട് എപ്പോഴെങ്കിലും കൊടുത്തു തീർക്കാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു ലൂപ്പ് ഹോൾ നിയമത്തിലുണ്ടാക്കുക, ഒരു പഴുത് ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ രാഷ്ട്രീയക്കാരും നേതൃത്വവും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നമ്മൾ ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് ഞാൻ ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്ന് മരിച്ച ചിലരുടെ പിന്നെ ഭാര്യമാരെ അങ്ങനെയൊക്കെയുള്ളവരെ കണ്ടിട്ടുണ്ട്. അവർ പലരും പറഞ്ഞിട്ടുണ്ട്, ഈ ആളുകൾക്ക് ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആ ഉപദേശം കൊണ്ടൊന്നും അവരുടെ ദുഃഖത്തിന് ഒരു ശമനവും ഉണ്ടാവുന്നില്ല, അവരുടെ പ്രശ്നത്തിന് ഒരു അയവും ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ ഉപദേശിക്കാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് ഒന്നുമില്ല. ആ ദുഃഖങ്ങളോ ദുരിതങ്ങളോ അത് അകന്നു പോകുന്നില്ല, അതെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു. അപ്പം നമുക്ക് സഹായിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു.